ഇപ്പോൾ നമ്മുടെ സമീപ ദേവാലയമായിരിക്കുന്ന കത്തോലിക്ക സഭയിലെ പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ ജോൺ പുതിയമറ്റം, സഹവികാരി ഫാദർ മാത്യു പഴങ്ങാട് എന്നിവർ നമ്മുടെ ദേവാലയത്തിൽ എത്തുകയും നമ്മുടെ ആരാധനയുടെ ഭാഗമാക്കുകയും ചെയ്തു. ബഹുമാനരായ രണ്ട് വൈദിക ശ്രേഷ്ഠരെയും വളരെ ആദരപൂർവം ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ എത്രയും ബഹുമാനപ്പെട്ട പുതിയമറ്റം അച്ഛൻ ഈ പെരുന്നാളിന് ആശംസ നേർന്നുകൊണ്ട് ഒരു വാക്ക് സംസാരിക്കുന്നതാണ്. അഭിനന്യ ബാബ തിരുമേനി, മറ്റ് തിരുമേനിമാരെ, പ്രിയ വൈദികരെ, ബഹുമാനപ്പെട്ട വികാരിയച്ച, അതുപോലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് അഭിനന്യ ബാബ തിരുമേനിയുടെ മൂന്നുമേൽ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട്, സമാപന ഭാഗത്താണ് പങ്കെടുക്കാനായിട്ട് ഒരവസരം കിട്ടിയത് വലിയൊരു ദൈവ അനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പള്ളിക്ക് കല്ലിട്ട തിരുനാളും ഇന്നേ ദിവസം കൊണ്ടാടുകയാണല്ലോ. പള്ളിക്ക് കല്ലിട്ട തിരുനാളെന്ന് പറഞ്ഞാൽ അത് കത്തോലിക്ക പള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സുദിനമാണ്. കാരണം പള്ളിക്ക് കല്ലിട്ടപ്പോൾ പിന്നിപ്പൊന്നുമില്ലായിരുന്നു. കത്തോലിക്ക സഭയും ഈ സഭയെല്ലാം ഒറ്റ സഭയായിരുന്നു. ഗതികേടിന് കൂരും കുരിശ് സത്യത്തിലാണ് ഇതെല്ലാം സഭയെല്ലാം ഛിന്ന ഭിന്നമായി പോയത്. അതിൽ ഞങ്ങൾ അത്യധികമായിട്ട് ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ വീണ്ടും ഒരുമിച്ച് കൂടുവാൻ ഒരവസരം ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ തന്നു. അതുപോലെ തറവാട്ടിലേക്ക് കടന്നു വരുന്ന ഒരു പ്രതീതിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 18-ാം നൂറ്റാണ്ട് വരെയും ഒന്നായിട്ടായിരുന്നു ഇവിടെ കഴിഞ്ഞു കൂടിയിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കുർബാന ബലിയർപ്പിക്കാനായിട്ട് ഒരു ബലിപീഠം തന്നെ ഇവിടുന്ന് ചെയ്തു തന്നിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഇവിടുന്ന് പിരിഞ്ഞു പോയപ്പോൾ ന്യായമായിട്ടുള്ളതിലും കൂടുതൽ വസ്തുവകകൾ പള്ളിക്ക് നൽകിയിട്ടാണ് ഞങ്ങളെ പറഞ്ഞയച്ചത്. അങ്ങനെ എല്ലാ രീതിയിലും നല്ല ഒരു സഹോദര ബന്ധത്തിലാണ് കഴിഞ്ഞു കൂടുന്നത്. അപ്പോൾ ഇവിടെ വരാനും ഇങ്ങനെ തിരുനാളിനെ ഒരു ആംശംസ നേരുവാനും അങ്ങനെ ദൈവ സ്നേഹത്തിൽ ഒന്നിക്കുവാനും ഒരവസരം തന്നതിന് ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൈക്കാരന്മാർക്കും മറ്റു വൈദികർക്കും എല്ലാം നന്ദി പറയുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും സഭ ഒരിടയിന് ഒരു തൊഴുത്തുമായിട്ട് തീരുന്നതിനും അങ്ങനെ എല്ലാവരും പഴയ ഐക്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുനാളിന് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.